അപ്പോൾ അവരാരോ ചതിച്ചു, പണം വാങ്ങി ചതിച്ചു. അപ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യണം. എന്തിൻ്റെ ആവശ്യം? നമ്മുടെ പണവും പോയി നമ്മുടെ ജീവനും കളയേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ജീവിക്കുക, നമ്മൾ കുറച്ച് കഷ്ടമാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ജീവിക്കുക. ആ ജീവിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോവുക. അത് കഷ്ടനഷ്ടങ്ങളും മാനാഭിമാനങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് വരും നാളെ പോകുന്നതാണ്. നമ്മൾ നേടിയെടുക്കുക. നമ്മൾ ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ആരെങ്കിലും അത്യാവശ്യ ഘട്ടമാണ്, അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ മാത്രം പണം കൈമാറിയാൽ മതി. കാരണം ഈ വാങ്ങുന്ന ആളുകളിൽ 100%, എന്താ പറയുക, 99% ആളുകൾക്കും മനസ്സുണ്ടാവില്ല തിരിച്ചു തരാൻ. അതിൽ 1% ആളുകൾ മാത്രമാണ് കൃത്യനിഷ്ഠത വഹിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയണത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് പണം കൊടുത്തൊരു ശത്രുത നേടുന്നതിനേക്കാൾ നല്ലത് അത് കൊടുക്കാതിരുന്നാൽ പോരെ. കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലെന്നല്ലേ ഉള്ളൂ. ഇത് കൊടുക്കുകയും ചെയ്തു, ശത്രുതാഭാവമായി നമുക്കൊട്ട് ആ പണം കിട്ടാതെയോ. അപ്പോൾ ഏത് വേണമെന്ന് നിങ്ങളെ ചിന്തിച്ചോളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കണം, ഹെൽപ്പായിരിക്കണം. അത് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ മറ്റൊരാളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കാളികളാവണം. പക്ഷേ അത് സ്ഥലകാല